ഇന്ന് നമുക്ക് കുറച്ച് നെയ്യ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാനതിന് വേണ്ടി കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളിവിടെ കോസ്കോ എന്ന് പറഞ്ഞ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതുപോലെ 2 പാക്കറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ബോയിൽ ചെയ്താണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പാനിനകത്തേക്ക് നമ്മൾ ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തെ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് എല്ലാം ഒന്ന് എടുക്കണം. അങ്ങനെയാണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നത്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ തൈരൊക്കെ ഇങ്ങനെ കടഞ്ഞ് നെയ്യെടുത്ത് അങ്ങനെയായിരുന്നല്ലോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, അല്ലേ? പക്ഷേ ഇവിടെ അല്ലാതെ ഇപ്പോൾ എല്ലാവരും അതിൻ്റെ പാട എടുത്ത് വെച്ച് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ ബട്ടർ മേടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ഈ സമയത്ത് ഇത് കണ്ടോ, ഇത് കുറച്ചൊരു ക്ലൗഡി ആയിരിക്കും. ഇതൊന്ന് മാറി വരണം, എന്നിട്ട് അത് തെളിഞ്ഞു വരും. അന്നേരമാണ് നെയ്യായി വരുന്നത്. ഇതിപ്പം കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം തിളച്ചൊന്നും പോകാതെ നോക്കണം കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് ഒരുവിധം ക്ലിയറായി വരുന്നുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നത് കണ്ടോ. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ട്. നമ്മുടെ നേരത്തെ ആ ക്ലൗഡി നേച്ചറൊക്കെ മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം. ഇതൊന്ന് ആറാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ചൂടാറിയതിന് ശേഷം നമുക്കൊരു അരിപ്പ വെച്ച് ഇത് അരിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ചീസ് ക്ലോത്ത് ഉണ്ടല്ലോ, അത് വെച്ചാണെങ്കിലും അരിച്ചെടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേനും പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറിലുള്ള പാർട്ടിക്കിൾസ് കാണും. അതില്ലാതെ ഇതുപോലെ അരിച്ചെടുക്കുക. നല്ല ക്ലിയർ ആയിട്ടുള്ള ഗീ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ വേറൊരു പാത്രത്തിനകത്താക്കി അടച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഗീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതുപോലെ നല്ല തിക്കായിട്ട് വരും. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ.